സൗദി അറേബ്യയിൽ സ്വന്തമായി വാഹനമുള്ള പ്രവാസികളാണോ നിങ്ങൾ? നിങ്ങൾ എല്ലാ വർഷവും MVP എടുക്കാറുണ്ടോ? എളുപ്പത്തിൽ എങ്ങനെയാണ് MVP കിട്ടുക എന്നതിൻ്റെ കുറച്ച് ടിപ്സുകളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. വിനോദ് ഗത്തേൽ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൗദി അറേബ്യയിലുള്ള പ്രവാസികളിൽ ഒരുവിധം ആളുകൾക്കും സ്വന്തമായി വാഹനം ഉള്ളവരായിരിക്കും അല്ലേ? അങ്ങനെ സ്വന്തമായി വാഹനമുള്ളവർ എല്ലാ വർഷവും MVPI അല്ലെങ്കിൽ ഫാസ് എടുക്കുന്നവർ ആയിരിക്കും. ആദ്യത്തെ ടെസ്റ്റിൽ തന്നെ MVPI ടെസ്റ്റ് പാസ്സായി ബാർകോഡ് അടങ്ങിയ സ്റ്റിക്കർ എങ്ങനെയാണ് കിട്ടുക, അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണിത്. കുറച്ച് ടിപ്സുകൾ അടങ്ങിയ ഒരു വീഡിയോയാണിത്. MVPI സ്റ്റിക്കറിനെ കുറിച്ച് ആദ്യം പറയാം. ഇപ്പോൾ MVPI സ്റ്റിക്കർ, അതായത് ബാർകോഡ് വന്നതോടുകൂടി നമ്മൾ ഹൈവേകളിലൂടെയൊക്കെ പാസ് ചെയ്യുമ്പോൾ ഹൈവേകളിലുള്ള ക്യാമറകൾ ഈ ബാർകോഡ് സ്കാൻ ചെയ്യുകയും നമ്മുടെ വണ്ടിയുടെ ഇൻഷുറൻസ് തീർന്നിരിക്കുകയോ അല്ലെങ്കിൽ MVPI തീർന്നിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫൈന് വരുന്നതാണ്. അതെല്ലാവർക്കും അറിയുന്നുണ്ടാവും. ചില ആളുകൾക്ക് ഇപ്പോഴും അറിയില്ല, അവർക്ക് ഫൈന് വരുമ്പോഴാണ് അറിയുന്നത്. അപ്പോൾ എല്ലാ ആൾക്കാരും MVPI എടുക്കുക നിർബന്ധമായിട്ടും. അതേപോലെ ഇൻഷുറൻസും എല്ലാ വർഷവും പുതുക്കുക. അത് നമ്മുടെ വണ്ടിക്ക് ആക്സിഡൻ്റ് ആവുന്നതിനൊക്കെ ഏറ്റവും നല്ലതാണ്. നമ്മൾ സേഫ്റ്റി കൂടിയാണ് അത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് അങ്ങനെയുള്ള സേഫ്റ്റി കാര്യങ്ങളാണ് പറയുന്നത്. ഇനി MVPI എടുക്കാൻ വേണ്ടി നമ്മൾ ആദ്യം അപ്പോയിൻമെൻ്റ് എടുക്കണം അല്ലേ? ഗൂഗിൾ പോയി വെഹിക്കിൾ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റ് ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ വെഹിക്കിൾ പീരിയോഡിക്കൽ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വാഹനത്തിൻ്റെ നമ്പറും നമ്മൾ ഇക്കാമ നമ്പറും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അപ്പോയിൻമെൻറ്റ് കിട്ടും. റംദാൻ തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം, അതായത് നോയമ്പ് തുടങ്ങുന്നതിൻ്റെ തലേ ദിവസമായിരുന്നു ഞാൻ എൻ്റെ വാഹനത്തിന് വേണ്ടിയിട്ട് MVPIയുടെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോയിൻമെൻറ്റ് എടുക്കുമ്പോൾ അബ്ഷീറിൻ്റെ യൂസർ നെയിം പാസ്വേഡും കൊടുത്തിട്ടായിരുന്നു അപ്പോയിൻമെൻറ്റ് എടുത്തത്. ഇപ്പോൾ 2 ആഴ്ചയ്ക്ക് ശേഷം ഇവർ ചെറിയൊരു വ്യത്യാസം ഇതിൽ അപ്പോയിൻമെൻറ്റ് എടുക്കുന്നതിൽ വരുത്തിയിട്ടുണ്ട്. ഞാൻ ചെക്ക് ചെയ്തപ്പോഴാണ് അത് കണ്ടത്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ കൂടുതൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ MVPIക്ക് വേണ്ടിയിട്ട്, അതായത് വെഹിക്കിൾ ഇൻസ്പെക്ഷൻ പീരിയോഡിക്കൽ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് അപ്പോയിൻമെൻറ്റ് എടുക്കുന്നതെന്ന് ഞാൻ കാണിക്കാം. നിങ്ങളുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ ഗൂഗിൾ ഓപ്പൺ ആക്കുക. ഗൂഗിളിൽ സെർച്ച് ബട്ടണിൽ വെഹിക്കിൾ സേഫ്റ്റി സെൻറ്റർ എന്ന് ടൈപ്പ് ചെയ്യുക. അതിൽ ആദ്യം കാണുന്ന ടെക്നിക്കൽ ഇൻസ്പെക്ഷൻ ബുക്കിങ്ങിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുക. അതിൽ പോപ്പപ്പ് വിൻഡോ നിങ്ങൾ ക്ലോസ് ആക്കുക. താഴെ കാണുന്ന ഹൈലൈറ്റ് ആയിട്ട് ഗ്രീൻ കളറിൽ കാണിക്കുന്ന ബുക്ക് നൗ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേലെ ഇംഗ്ലീഷ് അറബിക് എന്നുണ്ടാവും. അതിൽ ഇംഗ്ലീഷിലേക്ക് മാറ്റിയിട്ട് വീണ്ടും ബുക്ക് നൗവിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കാണിക്കുക. അതിൽ ഇൻഡിവിജ്വലിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ NFC എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ മൊബൈലിലെ നഫാത്തിലേക്ക് ഒരു നമ്പർ വരും. അത് നിങ്ങൾ ഓക്കെ കൊടുക്കുക. അത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണിക്കുക. അതിൽ വീണ്ടും ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം നമ്മുടെ ഇക്കാമ നമ്പറും പിന്നെ നമ്മുടെ ഇസ്തിമാറുടെ അടിയിൽ ഏറ്റവും താഴെ ബാർകോഡിന് മീതായിട്ട് ഒരു സീക്വൻസ് നമ്പർ വരും. 6 7 അക്കങ്ങളുള്ള നമ്പർ വരും. ആ നമ്പർ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ നമ്പർ കറക്റ്റായി ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത വിൻഡോയിലേക്ക് പോകും. ഞാൻ കറക്റ്റ് ടൈപ്പ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അത് ആദ്യം തന്നെ എററാണ് കാണിച്ചത്. നമ്പർ വീണ്ടും കറക്റ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണിക്കുക. അപ്പോൾ നമ്മളുടെ നമ്പർ പ്ലേറ്റ് നമ്പർ, അതിൻ്റെ കൂടെയുള്ള ഇംഗ്ലീഷ് ലെറ്റർ അതെല്ലാം അവിടെ കാണിക്കും. പിന്നെ പ്രൈവറ്റ് വെഹിക്കിൾ അത് കാണിക്കും. പിന്നെ താഴെ നമ്മൾ ഏത് റീജിയനാണോ ചെക്ക് ചെയ്യേണ്ടത് അത് റീജിയൻ നോക്കുക. ഇതിൽ പ്രൈവറ്റ് എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി നമ്മൾ ഇതുണ്ടായിരിക്കും, പ്രൈവറ്റ് വെഹിക്കിൾ എന്നുണ്ട്. അത് അതേപോലെ കൊടുക്കുക. പിന്നെ റീജിയൻ ഏതാണെന്ന് വെച്ചെങ്കിൽ ആ റീജിയൻ കൊടുക്കുക. ഏത് റിയാദ് റീജിയൻ വെച്ചാൽ റിയാദ് റീജിയൻ കൊടുക്കുക. അതിനിപ്പോൾ വേറെ സ്ഥലത്തുള്ള ആൾക്കാരാണെങ്കിൽ അവരത് കൊടുക്കുക, റിയാദ് റീജിയൻ കൊടുക്കുക. പിന്നെ അവിടെ ഏതാ നിങ്ങൾക്ക് സ്ഥലം വേണ്ടെങ്കിൽ ആ സ്ഥലം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഞാൻ അൽമോൻസിയാണ് കൊടുത്തത്, റിയാദിൽ അൽമോൻസിയ എന്ന് പറയുന്ന സ്ഥലം കൊടുത്തത്. കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ താഴെ ഡേറ്റുകൾ കാണിക്കും. അതിലേത് ഡേറ്റാണ് വേണ്ടത് വെച്ചെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഡേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ടൈം കാണിക്കും. ആ ടൈം നമ്മൾ ഇതിനനുസരിച്ച് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ടൈം കൊടുക്കുക. ആ ടൈം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ബുക്ക് അപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു പേജായിരിക്കും വരിക. അതിൽ നിങ്ങൾക്ക് ആ പേജ് വേണമെങ്കിൽ
പ്രിൻ്റ് എടുക്കണമെങ്കിൽ പ്രിൻ്റ് എടുക്കാം, അതല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവിടെ പോണ സമയത്ത് ഗേറ്റിൽ കാണിച്ചാലും മതി. പിന്നെ ഇതിൽ നമ്മുടെ ഡേറ്റ്, ടൈം, കറക്റ്റ് ടൈം എല്ലാം കാണിക്കും. അതിൽ വണ്ടി നമ്പർ ഉണ്ടായിരിക്കും, ഏതാ സ്ഥലം എന്നുള്ള അതുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ MVP വേണ്ടിയിട്ട് ബുക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക. ഇതിപ്പോൾ 2 ആഴ്ചയ്ക്ക് ശേഷം ഒരു വ്യത്യാസപ്പെടുത്തിയതാണ്. നിങ്ങൾ വാഹനവുമായി ഇൻസ്പെക്ഷന് പോകുമ്പോൾ വാഹനത്തെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി കൊണ്ടാവാതെ കുറച്ച് ചളിയും അഴുക്കൊക്കെ ഉണ്ടാവുന്നത് നല്ലതാണ്. അത് വൈറ്റ് കളറായാലും ശരി, വേറെ ഏത് കളറായാലും ശരി, പ്രശ്നമൊന്നുമില്ല. കുറച്ച് അഴുക്കൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. പിന്നെ റിയർ വിൻഷീൽഡ് ഗ്ലാസ്സിൽ വരുന്ന കൂളിംഗ് പേപ്പർ റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ അവർ ഫെയിലാക്കും. പിന്നെ എല്ലാ ഇൻഡിക്കേറ്ററുകളും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഏതെങ്കിലും ബൾബ് ബ്ലാക്ക് കളറായിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയിട്ടിട്ട് പോകുന്നതായിരിക്കും വളരെ നല്ലത്. MVP വേണ്ടി അപ്പോയിൻമെൻ്റ് എടുക്കുമ്പോൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം. അപ്പോയിൻമെൻ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കോൺഫിഡൻസ് ആയ സ്ഥലം നിങ്ങൾ തിരഞ്ഞെടുക്കുക. റിയാദിൽ തന്നെ 4, 5, 6 സ്ഥലങ്ങളുണ്ട്. അതിൽ ഏതാണോ നിങ്ങൾക്ക് എളുപ്പമുള്ളത്, നിങ്ങൾക്ക് എത്തിപ്പെടാൻ എളുപ്പമുള്ള സ്ഥലം ഏതാണോ ആ സ്ഥലം നിങ്ങൾ തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഇപ്പോൾ റംദാൻ ടൈം കൂടിയാണ്. ഞാൻ എൻ്റെ കാറിന് വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലം അൽ റിയാദിലെ അൽ മോൻസി എന്ന് പറയുന്ന സ്ഥലം, അതായത് ഇൻസ്പെക്ഷൻ സെൻ്റർ ആയിരുന്നു ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ റംദാൻ ടൈം ആയ കാരണം കൊണ്ട് അപ്പോയിൻമെൻറ്റ് ടൈം കുറച്ച് വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ രാവിലെ 12:05 മുതൽ രാത്രി 11:55 വരെയാണ് അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്ന സമയം. ഇതിൽ നിങ്ങൾ എപ്പോഴും ടൈം തിരഞ്ഞെടുക്കുമ്പോൾ രാത്രി 11:55, അതായത് ക്ലോസ് ചെയ്യുന്നതിൻ്റെ 1 മണിക്കൂറോ 2 മണിക്കൂറോ മുമ്പായിട്ട് അപ്പോയിൻമെൻ്റ് എടുക്കുക. അങ്ങനെ അപ്പോയിൻമെൻ്റ് എടുക്കുമ്പോഴുള്ള പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കൂടുതൽ അവിടെ നമ്മൾ ചെല്ലുന്ന സമയത്ത് നമ്മൾ കൂടുതൽ അവർ വണ്ടിയുടെ എല്ലാ ഇതും അവർ നോക്കില്ല. കുറച്ച് ഭാഗങ്ങൾ മാത്രം നോക്കി അവർ പാസ്സാക്കി വിടുന്നതാണ്. എൻ്റെ ഒരു അനുഭവം അങ്ങനെയാണ്. കഴിഞ്ഞ വർഷം ഞാൻ ഇതേപോലെ അപ്പോയിൻമെൻ്റ് എടുത്ത് പോയപ്പോൾ എൻ്റെ വണ്ടിക്ക് അവർ എഴുതി തന്നത്, എൻ്റെ കാറിന് അവർ എഴുതി തന്നത് പെയിൻറ്റ് ഫെയ്ഡ് എന്ന് എഴുതി തന്നു. പിന്നെ ടെയിൽ ലൈറ്റിൽ ചെറിയ ക്രാക്ക് ഉണ്ടായിരുന്നു. ചെറിയ ക്രാക്ക് കണ്ടു കഴിഞ്ഞാൽ വല്ല ലെൻസ് വെച്ച് നോക്കണം, അത്രയും ചെറിയൊരു ക്രാക്ക് പോലും എനിക്ക് എഴുതി തന്നു മാറ്റാൻ വേണ്ടിയിട്ട്. പിന്നെ കുറേ നേരം ഗിയറിട്ടു, ഫ്രണ്ട് റിവേഴ്സ് ഇട്ട് കുറേ നേരം ആക്സിലേറ്റർ കൊടുത്ത് ചെക്ക് ചെയ്തു, പുക ടെസ്റ്റ് ചെയ്തു. ഇവർ പുക ആക്സിലേറ്റർ ഫുള്ള് കൊടുത്തിട്ട് പുക ചെക്ക് ചെയ്തു. എന്നിട്ടൊക്കെ ഇവർ അന്ന് ഫെയിൽ എന്ന് പറഞ്ഞ് എഴുതി തന്നത്. ഈ പ്രാവശ്യം ഞാൻ ഇതേപോലെ രാത്രി അപ്പോയിൻമെൻ്റ് എടുത്തു, എന്നിട്ടാണ് പോയത്. എല്ലാ ബൾബുകളും ചെക്ക് ചെയ്ത്, എല്ലാ ലൈറ്റുകളും ചെക്ക് ചെയ്ത് ഏതെങ്കിലും ഒരെണ്ണം മങ്ങിയ നിറമുള്ളതായിട്ട് തോന്നിയ കഴിഞ്ഞാൽ അത് മാറ്റുക. അത് മാറ്റുമ്പോൾ 2 ബൾബും കൂടി ഒരുമിച്ച് മാറ്റുക. അല്ലെങ്കിൽ ഒന്ന് കുറച്ച് തെളിച്ചം കൂടുതലും ഒന്ന് തെളിച്ചം കുറവായിട്ടിരിക്കും, അതും പ്രശ്നമാണ്. അപ്പോൾ 2 ബൾബും കൂടി ഒരുമിച്ച്, ഇപ്പോൾ ബ്രേക്ക് ലൈറ്റിനാണെങ്കിൽ ബ്രേക്ക് ലൈറ്റിന് 2 ബൾബ് മാറ്റുക, ഹെഡ് ലൈറ്റിനാണെങ്കിൽ ഹെഡ് ലൈറ്റിന് 2 ബൾബ് മാറ്റുക. പിന്നെ LED ബൾബുകൾ, അതായത് വെള്ള ലൈറ്റുകൾ ഉപയോഗിച്ച് ടെസ്റ്റിന് പോവാതിരിക്കുക. ഫോഗ് ലാമ്പ് തീരെ ഓണാക്കിയിടരുത്. അത് വൈറ്റ് ബൾബ് പിടിപ്പിച്ചാലും പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഫോഗ് ലാമ്പ് നമ്മൾ ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ അത് അവർ നോട്ട് ചെയ്യും. അപ്പോൾ അത് ഓണാക്കാതിരിക്കുക. പിന്നെ ബോണറ്റിൻ്റെ ഉള്ളിൽ എൻജിൻ റൂം, അതായത് എൻജിൻ വൃത്തിയാക്കി വെക്കുക. കുറച്ച് സ്പോഞ്ചൊക്കെ എടുത്ത് കഴുകി തുടച്ച് വെക്കുക. സ്മോക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ആദ്യം നിങ്ങൾ പോകുന്നതിന് മുമ്പ്. സ്മോക്ക് ഉണ്ടെങ്കിൽ സ്മോക്ക് ഒഴിവാനായിട്ടുള്ള ഒരു ലിക്വിഡ് വരുന്നുണ്ട്, ഒരു അഡിറ്റീവ്, അത് മേടിച്ച് ഒഴിക്കുക. അത് നല്ല ബ്രാൻഡിന് പോയി മേടിച്ച് ഒഴിക്കുക, അല്ലെങ്കിൽ പണി കിട്ടും. പെട്രോൾ പമ്പിൽ നിന്നൊക്കെ കിട്ടുന്ന അഡിറ്റീവ് വരുന്നുണ്ട്, അതൊക്കെ ഏറ്റവും ലോക്കൽ സാധനമാണ്. അതൊന്നും മേടിച്ച് ഒഴിക്കാതെ, അത് മേടിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ കുറച്ച് കഴിയുമ്പോഴേക്കും കംപ്ലയിൻറ്റ് വരും. അപ്പോൾ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ മേടിക്കാൻ കിട്ടുന്നുണ്ട്, അത് മേടിച്ച് ഒഴിക്കുക. ആ സ്മോക്ക് തൽക്കാലത്തിന് നിൽക്കും. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്പർ പ്ലേറ്റുകൾ വളരെ ശ്രദ്ധിക്കുക. നമ്പർ പ്ലേറ്റുകളിലെ അക്കങ്ങൾ വ്യക്തത ഇല്ലെങ്കിൽ നമ്മൾ ബ്ലാക്ക് പെർമനൻറ്റ് മാർക്കർ വരുന്നുണ്ട്, അത് ഉപയോഗിച്ച് അല്ലെങ്കിൽ ചെറിയ ബ്രഷോ പെയിൻറ്റോ ഉപയോഗിച്ചിട്ട് അത് നമ്പർ ക്ലിയർ ആക്കിയിട്ട് മാത്രം പോകാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അവർ നമ്പർ പ്ലേറ്റിന് പുതിയതിന് എഴുതി തരും, ഫെയിലാക്കി വിടും. ഇനിയിപ്പോൾ ഈ നമ്പർ പ്ലേറ്റൊക്കെ ഒന്നും പ്രശ്നമില്ല, പുതിയത് മേടിക്കാം എന്ന് അങ്ങനെ വിചാരിക്കുന്നവരാണെങ്കിൽ അപ്ഷർ വഴി അവർക്ക് അപ്പോയിൻമെൻ്റ് എടുത്ത് നമുക്ക് പുതിയ നമ്പർ പ്ലേറ്റ് മാറ്റാവുന്നതാണ്. അതിൻ്റേതായ സെൻറ്ററുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇസ്തിമാറൊക്കെ കിട്ടുന്ന അവിടെ തന്നെ നമ്പർ പ്ലേറ്റും കിട്ടും, അത് മേടിച്ച് പിടിപ്പിച്ചിട്ട് പോവാം. അങ്ങനെ പോകുന്നവർക്ക് അങ്ങനെ പോവാം. അപ്പോൾ നിസ്സാര അക്കങ്ങളുടെ തെളിച്ചക്കുറവിന് വേണ്ടിയിട്ടൊരു നമ്പർ പ്ലേറ്റ് മാറ്റണമെന്നില്ല. അതിങ്ങനെ ഒരു പെർമനൻറ്റ് മാർക്കർ ഉപയോഗിച്ച് അത് തെളിച്ചം വരുത്തിയിട്ട്, അതായത് നമ്പർ വ്യക്തത വരുത്തിയിട്ട് പോകാൻ പറ്റും, അത് പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്പർ പ്ലേറ്റുകളുടെ ബൾബ് പ്രത്യേകം ശ്രദ്ധിക്കുക, അത് നിറം വ്യത്യാസം ഉണ്ടെങ്കിൽ മാറ്റിടാൻ
ഇപ്പോൾ വാഹനത്തിന് MVP എടുക്കാൻ 115 റിയാലാണ്. പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം ഫെയിൽ ആയി കഴിഞ്ഞാൽ എക്സ്ട്രാ 35 റിയാലും അല്ല 40 റിയാലും നമ്മൾ വീണ്ടും പേ ചെയ്യണം. എന്നിട്ടാണ് രണ്ടാമത്തെ ഷെഡ്യൂൾ കിട്ടുള്ളൂ. പിന്നെ ഒരു പ്രാവശ്യം ഫെയിൽ ആയി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഷെഡ്യൂൾ ടൈം അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ അപ്പോയിൻമെൻറ്റ് എടുക്കുന്നവർ ശ്രദ്ധിക്കുക. അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതൊരു അപ്പോയിൻമെൻറ്റ് എടുക്കുമ്പോൾ ഒരുപാട് മാസം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അപ്പോയിൻമെൻറ്റ് എടുക്കുന്ന സമയത്ത് പരമാവധി നമ്മൾ രാത്രി എടുക്കാൻ ശ്രമിക്കുക. രാത്രി എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം കൂടുതലൊന്നും ഇവർ ചെക്ക് ചെയ്യില്ല. ഞാൻ രാത്രി അപ്പോയിൻമെൻറ്റ് 10 മണിക്കുള്ള അപ്പോയിൻമെൻറ്റാണ് ഞാൻ എടുത്തത്. ഇവിടുന്ന് റിയാദിൽ മുഹൻസിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ പോയി 10 മണിക്ക് അപ്പോയിൻമെൻ്റ് ഉള്ളതിന് 10 മണിയാകുമ്പോൾ കറക്റ്റ് അവിടെ എത്തി. 10 മണി മുമ്പ് ഞാൻ എത്തി. 11:55 അവർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. 11 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യുന്നത്. അതായത് റമദാൻ തുടങ്ങുന്നതിൻ്റെ നോമ്പ് തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം പോയിട്ടാണ് ഞാൻ അപ്പോയിൻമെൻ്റ് എടുത്തത്. 11 മണിയാകുമ്പോഴേക്കും അവർ ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പേ ഞാൻ അപ്പോയിൻമെൻ്റ് എടുത്ത് പോയി. എന്നെ കൂടുതലൊന്നും അവർ ചെക്ക് ചെയ്തില്ല. ഇൻഡിക്കേറ്റർ ഇട്ട് നോക്കി, ബ്രേക്ക് ഉണ്ടോ എന്ന് നോക്കി, പിന്നെ സ്മോക്ക് ഉണ്ടോ എന്ന് നോക്കി, കാറിന് സ്മോക്ക് ഉണ്ടോ എന്ന് നോക്കി. കഴിഞ്ഞ കൊല്ലം ഞാൻ പോയപ്പോൾ 3 പേര് 4 പേര് വന്ന് എൻ്റെ കാർ ചെക്ക് ചെയ്തു. അവർ ഡ്രൈവിലിട്ടു, പിന്നെ റിവേഴ്സ് ഇട്ടു, ഡ്രൈവ് ഇട്ടു, റിവേഴ്സ് ഇട്ടു, സ്മോക്ക് ചെക്ക് ചെയ്തു, ബോണറ്റ് തുറന്നു നോക്കി, എൻജിൻ റൂം വൃത്തിയുണ്ടോ എന്ന് നോക്കി, എൻജിൻ്റെ ഓയിൽ ചെക്ക് ചെയ്തു, ബുഷുകൾ എന്തെങ്കിലും പോയിട്ടുണ്ടോ അത് ചെക്ക് ചെയ്തു. എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് എൻ്റെ കാറിൻ്റെ പെയിൻറ്റ് ഫെയ്ഡാന്ന് പറഞ്ഞിട്ട് എഴുതി തന്നത്. പിന്നെ ടെയിൽ ലൈറ്റും ഫെയ്ഡ് കംപ്ലൈൻ്റ് അത് പൊട്ടിയിട്ടെന്ന് പറഞ്ഞ് അത് എഴുതി തന്നു. ഞാനത് മാറ്റി പെയിൻ്റ് അടിച്ചു. എന്നിട്ട് വീണ്ടും പാസിന് പോയി. അത് പാസ്സായി. ഇത്തവണ ഞാൻ പോയപ്പോൾ ഇത്രേ ചെക്ക് ചെയ്തുള്ളൂ. പിന്നൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഓരോരുത്തർ ഭാഗ്യം പോലെയാണ്. ചില ആൾക്കാർ ഇതൊന്നും ഇല്ലാതെ ഇടിച്ച വണ്ടികൾക്കായിട്ട് വന്നിട്ട് പാസ്സായി പോകുന്നുണ്ട്. അതായത് ഓരോരുത്തരുടെ സമയം പോലെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് MVP പാസ്സാവും. പിന്നെ MVP എല്ലാവരും എടുക്കുക. കാരണം എല്ലായിടത്തും ക്യാമറ സ്കാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ക്യാമറ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ MVP അല്ലെങ്കിൽ ഫൈൻ വരുന്നുണ്ട്. വെറുതെ 100-150 റിയാലും നമ്മൾ ഫൈൻ കൊടുക്കണ്ടല്ലോ. പിന്നെ ഈ ബാർകോഡിൽ തന്നെ നമുക്ക് ഇൻഷുറൻസ്, ഇവർക്ക് വണ്ടിക്ക് ഇൻഷുർ തീർന്നിട്ടുണ്ടോ എല്ലാം ഇവർക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക. കാരണം ഇപ്പോൾ ഒന്നുകൂടി അഡ്വാൻസ്ഡ് ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അറിയാവുന്ന കുറച്ച് ടിപ്സുകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത്. കാരണം അത് ബാക്കിയുള്ളവർക്കും നമ്മുടെ സൗദിയിലുള്ള എല്ലാ പ്രവാസികൾക്കും അത് ഉപകാരപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ നിങ്ങളുടെ സ്വന്തം വിനോദ് ഗത്തേൽ.